നമസ്കാരം. ആർത്തവം എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജൈവികമായ ഒരു 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 പ്രക്രിയ മാത്രമാണ്. അവരുടെ ശാരീരികമായ ജൈവിക പ്രക്രിയ മാത്രമാണ്. എല്ലാ സ്ത്രീകൾക്കും ഒരു പരിധി വരെ ഒരു പ്രായം വരെ ആർത്തവം ഉണ്ടാകാം. ചെറുപ്രായത്തിൽ ഋതുമതിയായ ശേഷം വർഷങ്ങളോളം അവരുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള ഒരു ജൈവ ക്രമീകരണം, പ്രകൃതിയുടെ ജൈവ ക്രമീകരണമാണ് അത്. ആ സമയത്ത് അമ്പലത്തിൽ ഹിന്ദു വിശ്വാസികളായ സ്ത്രീകൾ പോകാറില്ല. മറ്റ് വിശ്വാസികളായ സ്ത്രീകൾ മറ്റ് ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, പോകാറില്ല. പക്ഷേ ആർത്തവ സമയത്ത് അമ്പലത്തിൽ പോയേ പറ്റൂ എന്ന് ശഠിക്കുന്ന കുറെ ഹൈന്ദവ പേരുകളുള്ള സ്ത്രീകൾ, അങ്ങനെ പറയാൻ പറ്റും, പേരുകളുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ഫെമിനിസ്റ്റുകൾ എന്നോ അല്ലെങ്കിൽ സ്ത്രീപക്ഷപാതികൾ എന്നോ അല്ലെങ്കിൽ വിശ്വാസത്തെ എതിർക്കുന്നവർ എന്നോ ഒക്കെ വിളിക്കാം. ഈ ശബരിമല യുവതീ പ്രവേശന കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ചയായതാണ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നടി ആർത്തവ സമയത്ത് അമ്പലത്തിൽ പോകണം എന്ന് തോന്നിയാൽ പോകും എന്ന ഒരു കമന്റ് പറഞ്ഞതായി മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ കാണാനിടയായി. പാർവതി വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ, ഞാനന്ന് സൂര്യ ടി വിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്, ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, അന്ന് ചെറിയ കുട്ടി, മെലിഞ്ഞ ഒരു കുട്ടിയായിട്ട് കിരൺ ടി വിയുടെ അവതാരകയായിട്ടാണ് പാർവതി മാധ്യമ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷമാണ് പിന്നീട് സിനിമയിലേക്ക് പോകുന്നത്. ചെറിയ പെൺകുട്ടിയായിട്ട് കിരൺ ടി വിയിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി വരുന്ന ആ ഒരു രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വളരെ കാര്യമായി എല്ലാവരോടും ചിരിച്ച് ചേട്ടാ എന്നൊക്കെ വിളിച്ച് വളരെ സ്നേഹത്തോടെ ആ കുട്ടി വരുന്നത് ഓർമ്മയുണ്ട്. എന്തായാലും ഇവർ ഈ പറഞ്ഞതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാനാകില്ല എന്ന് മാത്രമല്ല, അത് ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരാണ്. അതിന് കാരണങ്ങൾ പലതുണ്ടാകാം. ആ കാരണങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. കാരണം ഈ ആർത്തവ സംബന്ധമായ രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ, പണ്ടുകാലത്ത് ഇത്തരം സാനിറ്ററി നാപ്കിനുകളൊന്നുമില്ല, അത്തരത്തിൽ അത് ക്ഷേത്ര പരിസരത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശാസ്ത്രീയമായും വിശ്വാസപരമായും ഈ ഒരു ആർത്തവ സമയത്ത് സ്ത്രീകൾ ക്ഷേത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പൂജാതി കാര്യങ്ങളിൽ നിന്ന് ഒക്കെ തന്നെ ക്ഷേത്ര ദർശനത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് പതിവാണ്. പണ്ടുകാലത്ത് വീടുകളിൽ പോലും കർക്കശമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നതൊന്നും സാധ്യമല്ല. ഈ ഒരു പാർവതിയുടെ പ്രതികരണത്തോട് ശശികല ടീച്ചറുടെ, ഹിന്ദു ഐക്യവേദിയുടെ ശശികല ടീച്ചർ പ്രതികരിച്ചിരിക്കുന്നു. വളരെ ചെറിയ ഒരു പോസ്റ്റാണ് ടീച്ചറുടേത്. എന്തായാലും അമ്പല കമ്മിറ്റിക്കാരും സഹോദരിയുടെ തുടി പൊക്കി നോക്കില്ല. അതായത് അമ്പലത്തിൽ പോകണമെങ്കിൽ ആ സമയത്ത് പോകാം എന്നുള്ളതാണ് പറയുന്നത്. താങ്കളെ എന്നല്ല ഒരു സ്ത്രീയും അടിവസ്ത്രം പരിശോധിച്ച് ആർത്തവമല്ല എന്ന് ഉറപ്പിച്ചല്ല അമ്പലത്തിൽ കയറ്റുന്നത്. പോകുന്നവരുടെ അച്ചടക്കമാണ് അത്. സത്യമാണ്. മാഡത്തെ തടഞ്ഞ് മാഡത്തിന് വിപ്ലവ നായികയാകണമെന്നുണ്ടെങ്കിൽ ആർത്തവമുള്ളപ്പോഴത്തെ നാപ്കിൻ കയ്യിൽ പിടിച്ചോ തലയിൽ വെച്ചോ അമ്പലത്തിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ അടിവസ്ത്രം ഉടുക്കാതെ കയറിയാലും മതിയാകും. എന്താ പ്ലാൻ ഉണ്ടോ മാഡം എന്ന് ചോദിക്കുന്നു. ഇത് ഒരു ഒരു സ്ത്രീയുടെ ഒരു പ്രതികരണത്തിന് മറ്റൊരു സ്ത്രീയായ ശശികല ടീച്ചർ നടത്തിയ പ്രതികരണമാണ്. നമ്മളിത് സ്ത്രീ വിരോധം പറയുകയോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ പറയുകയോ അല്ല. വിശ്വാസം എന്ന് പറയുന്നതിന് ഒരു വലിയ മൂല്യമുണ്ട്. ആചാരങ്ങൾക്കും ഒരു വലിയ ഘടനയുണ്ട്, മൂല്യമുണ്ട്. ഇത് പാലിക്കാത്തവർ അല്ലെങ്കിൽ അതിനോട് നിഷേധമുള്ളവർ, അത് അവർക്ക് നിഷേധിക്കാം, അവർക്ക് എതിർക്കാം. പക്ഷേ ഒരു ആർത്തവ സമയത്ത് അമ്പലത്തിലേക്ക് ഏതാനും നാളുകൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടി മനഃപൂർവ്വം ഞാൻ ആർത്തവ സമയത്ത് അമ്പലത്തിൽ പോയിരുന്നു എന്നൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നത് കേട്ടു. അത്ര പ്രശസ്തയായ പെൺകുട്ടിയൊന്നുമല്ല, ഒരു ചർച്ചയുടെ ഭാഗമായി പറഞ്ഞതാണ്. ആയിക്കൊള്ളട്ടെ, അതൊക്കെ നിങ്ങളുടെ തീരുമാനം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. സ്ത്രീകൾക്കായാലും പുരുഷനായാലും സ്വന്തം തീരുമാനമെടുക്കാനും ഒക്കെയുള്ള ആ ഒരു അംഗീകാരം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്, അവകാശവും നൽകുന്നുണ്ട്. പക്ഷേ അത് വേണോ വേണ്ടയോ എന്നുള്ളത് അവനവന്റെ അച്ചടക്കമാണ്. ശബരിമല യുവതീ പ്രവേശനത്തിന്റെ സമയത്ത് CPM-ന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയൊക്കെ തന്നെ സജീവ പ്രവർത്തകരായ, ഭക്തരായ അല്ലെങ്കിൽ വിശ്വാസികളായ നൂറുകണക്കിന് സ്ത്രീകൾ, എനിക്ക് പരിചയമുള്ളവരും അല്ലാത്തവരുമുണ്ട്, ഈ ഒരു പ്രവേശനത്തെ രഹസ്യമായി, യുവതീ പ്രവേശനത്തെ എതിർക്കുകയും ഇത് ആചാരലംഘനമാണെന്ന് പറയുകയും എന്നാൽ പരസ്യമായി വനിതാ മതിലിൽ പോയി സംബന്ധിക്കുകയും ചെയ്തത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള വിഷയമാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന വിഷയമാണ്. ഒരു സാമൂഹ്യ സന്തുലിതാവസ്ഥ വിശ്വാസപ്രകാരം, മതപ്രകാരം നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഫെമിനിസ്റ്റുകൾക്കോ സ്ത്രീപക്ഷവാദികൾക്കോ എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. ശശികല ടീച്ചർ പറഞ്ഞതുപോലെ നിങ്ങളെയൊന്നും നിങ്ങൾ ആർത്തവത്തിന്റെ സമയത്താണോ ക്ഷേത്രത്തിൽ പോയത് എന്നൊന്നും ആരും പരിശോധിക്കില്ല, ആരും നിങ്ങളെ ഉറ്റുനോക്കില്ല, നിങ്ങളെ മറ്റു പരിശോധനകൾക്ക് വിധേയമാക്കില്ല. അതൊക്കെ നിങ്ങളുടെ മാനസികമായ ആ അച്ചടക്കവും മാനസികമായ വിശ്വാസവും ആ ആരാധനാ ക്രമത്തോടുള്ള ഒരു അംഗീകാരവും ഭക്തിയും ഒക്കെ തന്നെ ചേർന്നതാണ്.
ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് അവനവൻ തീരുമാനമെടുക്കേണ്ടതാണ്. ഞാൻ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു വിശ്വാസ പ്രമാണം ലംഘിക്കുകയാണ്, ആചാരപ്രകാരമുള്ള വിശ്വാസ പ്രമാണം ലംഘിക്കുകയാണ് എന്നിരിക്കട്ടെ, അത് എന്റെ ഇഷ്ടമാണ്, വേണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പം എൻ്റെ ഒരു അടുത്ത ബന്ധുവോ വല്ലതും മരണപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുട്ടി എനിക്ക് തന്നെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ, ആ ഒരു വാലായ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ എനിക്ക് ക്ഷേത്രത്തിൽ പോകാം. ഇപ്പം എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പറ്റില്ലെങ്കിൽ എനിക്ക് കോട്ടയം ടൗണിലുള്ള ഒരു ക്ഷേത്രത്തിൽ ധൈര്യമായി പോകാം. ആരും എന്നോട് ചോദിക്കില്ല വാലായ്മയാണോ അല്ലെങ്കിൽ പുലയുണ്ടോ എന്നൊന്നും അവർക്ക് ആർക്കും അറിയില്ലല്ലോ. എന്തിന്, എൻ്റെ വീടിന് അവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ളവർക്ക് പോലും ചിലപ്പോൾ അറിയണമെന്നില്ല. അത് പോകാതിരിക്കുന്നതും അത് ആ ഒരു സമയത്ത് അശുദ്ധിയായതുകൊണ്ട് അല്ലെങ്കിൽ അശൂലമായതുകൊണ്ട് അത് പാലിച്ചു വേണം പ്രവർത്തിക്കാൻ എന്നുള്ളതും എന്റെ അച്ചടക്കവും എന്റെ തീരുമാനവുമാണ്. അത്രേ ശശികല ടീച്ചർ പറഞ്ഞുള്ളൂ. പാർവതിക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുക്കാം.